നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. കിഴക്കൻ ജില്ലകളിലെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് ഉറപ്പായി. സിറ്റിംഗ് MLA-മാരായ പാറശാലയിൽ CK ഹരീന്ദ്രനും നെയ്യാറ്റിൻകരയിൽ K ആൻസലനും തിരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. നേമത്ത് KS ശബരിനാഥൻ, നെയ്യാറ്റിൻകരയിൽ അൻസജിത റസൽ, പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ എന്നിങ്ങനെയാണ് കോൺഗ്രസിലെ ഉറപ്പായ സ്ഥാനാർത്ഥികൾ. NDAക്ക് പാറശാലയിൽ ഗിരീഷ് നയ്യാറാണ് മത്സരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ കാര്യം ഇതേവരെ തീരുമാനമായിട്ടില്ല. എങ്കിലും പഴയ രാജശേഖരൻ നായർ തന്നെ വന്നേക്കുമെന്നാണ് സൂചന. ഒരു കാര്യം വ്യക്തമായി പറയാം, പണ്ട് തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് ആ കളം മാറി. പകരം ജാതി പോരാട്ടമാണ് മണ്ഡലങ്ങളിൽ നടക്കുന്നത് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ ജാതി ഭൂരിപക്ഷം നോക്കിയാണ് സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്നത്. പാറശാലയിൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ 60-ലും 77-ലും കുഞ്ഞികൃഷ്ണൻ നാടാരും, 67-ൽ N ഗമാരി വക്കീലും, 70-ലും 79-ലും 87-ലും CPM-ലെ M സത്യനേശനും, 80-ലും 96-ലും കോൺഗ്രസിലെ സുന്ദർ നാടാരും, 91-ൽ കോൺഗ്രസിലെ രഘുചന്ദ്രപാലും, 2006-ൽ സെൽവരാജും, 2011-ൽ AT ജോർജും അങ്ങനെ നാടാർ പ്രതിനിധികൾ അടക്കി വാണിരുന്ന പാറശാല 2016-ലാണ് CK ഹരീന്ദ്രൻ പിടിച്ചെടുത്തത്. 2021-ൽ തുടർന്നു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി 11 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രാതിനിധ്യം തെളിയിച്ച നാടാർ സമുദായം ഈ മണ്ഡലത്തിൽ ആധുനിക കാലത്ത് ഒരു മൂലയിൽ ഒതുക്കപ്പെട്ടു എന്നുള്ളതാണ് നാടാർ സമുദായ നേതാക്കൾ പറയുന്നത്. കാര്യം ശരിയാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ നാടാർ സമുദായത്തിന് ഒരു മന്ത്രി എന്നത് കീഴ്വഴക്കമായിരുന്നു. അതിന് കാരണമുണ്ട്. യാതൊരുവിധ സംവരണവും മറ്റൊരു ആനുകൂല്യങ്ങളും ലഭ്യമാകാതെ ബഹുഭൂരിപക്ഷം വരുന്ന നാടാർ സമുദായത്തെ അവഗണിച്ചിരുന്ന ജാതി മേധാവിത്വത്തിന് മന്ത്രിമാരുടെ രംഗപ്രവേശം ഒട്ടൊന്നുമല്ല ഗുണം ചെയ്തത്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന ജനപ്രതിനിധികളെല്ലാം നായർ സമുദായ പ്രതിനിധികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യം സമ്മതിദായകർ കണക്കാക്കിയിരുന്നെങ്കിൽ ഇന്ന് ജാതി നോക്കിയാണ് വോട്ട് ചെയ്യേണ്ട ഗതികേടുള്ളത്. ഇതിൽ വോട്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജാതിയുടെ കണക്ക് ചോദിച്ച് അധികാരങ്ങളിലെത്തിയാൽ മാത്രമേ എന്തെങ്കിലും ആനുകൂല്യം കിട്ടൂ എന്ന നിലയാണിപ്പോൾ. ജാതി പ്രാതിനിധ്യം സ്ഥാനാർത്ഥിക്ക് ലഭ്യമായില്ല എങ്കിൽ ആ ജാതി മതസ്ഥരോട് വരും ഭരണകൂടം ചിറ്റമ്മ നയം കാണിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഉദാഹരണത്തിന് പാറശാലയിൽ NDA സ്ഥാനാർത്ഥി നിർണയത്തിൽ NDAയുടെ ഘടകകക്ഷിയായ കേരള കാമരാജ് കോൺഗ്രസ് ഒരു സീറ്റ് ചോദിച്ചു, പക്ഷേ നൽകിയില്ല. ഇവിടെ സമുദായ സമവാക്യം കീപ്പ് ചെയ്യാനൊന്നുമല്ല, അവഗണിക്കപ്പെട്ടു പോകുന്ന നാടാർ സമുദായത്തിൻ്റെ ശബ്ദം പൊതുധാരയിൽ ഉയർന്നു കേൾക്കാനാണ് കേരള കാമരാജ് കോൺഗ്രസ് സീറ്റ് ചോദിച്ചത്. ആദ്യം കോൺഗ്രസ്സുകാർ ഘടകകക്ഷിയാക്കാമെന്ന് വ്യാമോഹം നൽകി ഒരിക്കൽ മുൻ രാഷ്ട്രീയക്കാരാൽ പറ്റിക്കപ്പെട്ട പാർട്ടിയാണ് കേരള കാമരാജ് കോൺഗ്രസ്. NDAയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായ വിഷ്ണുപരൻ ചന്ദ്രശേഖരൻ നയിക്കുന്ന പാർട്ടിയാണ് ഈ കേരള കാമരാജ് കോൺഗ്രസ് എന്നോർക്കണം. പാറശാലയിൽ സീറ്റ് തന്നില്ലെങ്കിൽ ഇപ്പോൾ വെച്ച് നീട്ടിയിട്ടുള്ള 3 സീറ്റുകളിലും ഘടകകക്ഷി എന്ന നിലയിൽ തങ്ങൾ മത്സരിക്കില്ലെന്ന് ചങ്കൂറ്റത്തോടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇത്തരം പകപോക്കൽ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു സമുദായം മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോകുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പാറശാല മണ്ഡലത്തിലെ നാടാർ വോട്ട് എവിടെ കേന്ദ്രീകരിക്കപ്പെടും? സ്വതന്ത്രനായി മത്സരിക്കുവാൻ പഴയ MLA ആയിട്ടുള്ള AT ജോർജ് വന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഉള്ളിലെ കോൺഗ്രസ്സുകാരൻ അതിന് കീഴ്വഴങ്ങി വരുന്നില്ല. നെയ്യാറ്റിൻകര സ്ഥിതി മറിച്ചാണ്. K ആൻസലൻ CPM പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാറശാലയിൽ CK ഹരീന്ദ്രനോട് തോറ്റ അൻസജിത റസലാണ് ഇക്കുറി നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നറിയുന്നു. പാറശാല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CK ഹരീന്ദ്രൻ 78,548 വോട്ട് നേടിയപ്പോൾ അൻസജിത നേടിയത് വെറും 52,750 വോട്ടാണ്.
കരമന ജയം പോലെ വന്ന് 29,000 ഇഷ്ടം വോട്ട് നേടി. കോൺഗ്രസും ഇടതു പാർട്ടികൾക്കും സമ്മിശ്ര വരവേൽപ്പ് നൽകുന്ന നെയ്യാറ്റിൻകരയിൽ വലിയ ജാതി പ്രാമുഖ്യം കാണുന്നില്ല എങ്കിലും ജയിച്ചു വരുന്ന MLA-മാർ പലപ്പോഴും സ്വസമുദായത്തോട് വഴിവിട്ട കൂറ് പുലർത്തുന്നത് പൊതുവേ നേരത്തെ പറഞ്ഞതുപോലുള്ള രാഷ്ട്രീയ വിജയത്തിലേക്കുള്ള വഴികളിൽ തങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി പറയാതെ നിവർത്തിയില്ലെന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് കാരണമാണ്. ഏതിനും BJP സ്ഥാനാർത്ഥി കൂടി വന്നാലേ നെയ്യാറ്റിൻകരയിലെ ചിത്രം പൂർണ്ണമാകൂ. നമുക്കത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തയുമായി ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്.